രക്ഷിച്ചിട്ടുണ്ട്. പി വി അൻവറിനെ UDF-ലേക്ക് ക്ഷണിക്കുന്നതിൽ കോൺഗ്രസിലും ഭിന്നതയുണ്ട്. അൻവറിന്റെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കം ആർക്കൊപ്പം എന്നതാണ് പ്രസക്തമായ കാര്യം. ഇന്നലെ UDF യോഗം ചേരുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അൻവറിനെ ഒപ്പം നിർത്തുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന ഒരു വിഭാഗവും അൻവറിന്റെ നീക്കം മനസ്സിലാക്കാതെ UDF-ലേക്ക് ക്ഷണിക്കേണ്ടെന്ന മറുവിഭാഗവും ഈ പൊതുവിൽ കോൺഗ്രസിലും UDF-ലും നിലപാടെടുക്കുന്നുണ്ട്. അൻവറിനെ മുന്നിൽ നിർത്തി പിണറായി വിരുദ്ധർ നടത്തുന്ന നീക്കമാണ് LDF-ൽ നടക്കുന്നതെന്നാണ് UDF യോഗത്തിലുണ്ടായ പൊതുവായ വിലയിരുത്തൽ. അൻവറിനെ ലീഗിലേക്ക് സ്വാഗതം ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നാണ് ലീഗ് നേതൃത്വം ഇക്കാര്യത്തിൽ പറയുന്ന നിലപാട്. അങ്ങനെ ഒരു ചിന്തയാ മുസ്ലിം ലീഗിനില്ല. ഏത് ഘട്ടത്തിലും അങ്ങനെ ചർച്ച മുസ്ലിം ലീഗിനില്ല. അൻവർ ലീഗിലേക്ക് വരാമെന്നും പറഞ്ഞിട്ടില്ല, ലീഗ് അൻവറിനെ സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ഈ സാങ്കല്പികമായ ചോദ്യങ്ങൾ? മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്തിട്ടില്ല. നിങ്ങൾ കാണിച്ചല്ലോ, നിങ്ങൾ കണ്ടതല്ലേ ഫേസ്ബുക്കിൽ നിങ്ങളല്ലേ പുറത്തിട്ടത്. അതിന് സ്വാഗതം എന്നൊരു വാക്കുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ, അത്തരം ഒരു പ്രതികരണം നടത്തിയപ്പോൾ അതിനെ വിലക്കിയതാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ അൻവർ പറയുന്നത്. അൻവറിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഗതം ചെയ്യും. അൻവറിന്റെ താല്പര്യമോ അൻവറിന് വിലക്കിയതോ അൻവറിന്റെ വാക്ക് വെച്ചിട്ട് മുസ്ലിം ലീഗിനെ എന്തിനാ നടക്കുന്നത്? അൻവർ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ലല്ലോ. അൻവർ ഭരണകക്ഷിയുടെ ഭാഗമാണ്, CPM-ന്റെ ഭാഗമാണ്. അതുകൊണ്ട് അൻവർ CPM-നെയും ഭരണകക്ഷിയെയും കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. ഇതാണ് ലീഗിന്റെ നിലപാട്. ഇതിനിടെ ശക്തി